കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് സംസാരിക്കുവാനോ അല്ലെങ്കിൽ അതിനുള്ളൊരു സിറ്റുവേഷനൊന്നും ആയില്ല. ഞങ്ങൾ യാത്രയിലൊക്കെ ആയിരുന്നു. ഇപ്പോഴും ഞങ്ങൾ യാത്രയിലൊക്കെയാണ്. അപ്പോൾ തന്നെ എനിക്ക് ആദ്യമേ ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മൾ ഒരുമിച്ച് പാടുന്നതായിരുന്നു. എന്നാൽ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് നിങ്ങളുടെ അടുത്ത് പാടുവാനോ അല്ലെങ്കിൽ ആ മെസ്സേജൊക്കെ എഡിറ്റ് ചെയ്യാനോ ഒക്കെ എൻ്റെ തലമുറകളുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഞാൻ അത്യാവശ്യം ഒരു മെസ്സേജ് കുറച്ച് ദിവസമായിട്ട് തരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങളും എന്നോട് കൂടെ സന്തോഷിച്ച് സമാധാനത്തോടായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അത്യാവശ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുന്ന വിധങ്ങളും, അപ്പോൾ തന്നെ ദൈവം നമ്മളിപ്പോൾ നമ്മളായിരിക്കുന്ന സകല മേഖലകളും കർത്താവിൻ്റെ കരുണയും കൃപയും നമ്മളോട് തോന്നുന്നതിനായി സ്തോത്രം ചെയ്യാൻ നമുക്ക്. ഹല്ലേലൂയ. ദൈവാത്മാവ് നമ്മളെ നടത്തും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കും, ബലപ്പെടുത്തും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതൽ, ഏതെങ്കിലും വിഷയത്തിൽ സ്തോത്രം നിങ്ങൾക്ക് കരുണ ലഭിക്കാത്തവരാണോ? നിങ്ങൾക്ക് കരുണ ലഭിക്കുന്നില്ലേ? സ്തോത്രം പ്രതീക്ഷിച്ചതിൽ അപ്പുറമായിട്ട് സ്തോത്രം എനിക്ക് എന്നോട് അല്പം കരുണ തോന്നും, അല്ലെ എന്നോട് അല്പം മനസ്സിലെയും ഇന്ന വ്യക്തികൾ നമ്മളോട് ഒപ്പം ഉണ്ടായിരിക്കും എന്ന് നമ്മൾ മനസ്സിൽ കാണുന്നവരെല്ലാം പ്രിയ ദൈവത്തിലെ തക്ക സമയത്ത് അവർ നമ്മളെ ഉപേക്ഷിക്കുന്നവരാണ്. അതിനാ പറയുന്നത് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കണമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. 103-ാം സങ്കീർത്തനത്തിലെ സ്തോത്രം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ കരുണയും കൃപയും നിറഞ്ഞവൻ ആകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ളവനാ, മഹാദയുള്ളവനാ, വിശ്വസ്തതയുള്ള നമ്മുടെ കർത്താവാണ്. അപ്പന് അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തനോട് കരുണ തോന്നും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ ചില സമയത്ത് നമ്മുടെ മാനസികമായ സംഘർഷങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവികമായി നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ മനുഷ്യരാണെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് മനുഷ്യപുത്രനായിരുന്നപ്പോൾ, കർത്താവ് ദൈവപുത്രനായിരിക്കുമ്പോൾ തന്നെ ഭൂമിയിലായിരുന്നപ്പോൾ, മനുഷ്യാവതാരം എടുത്തപ്പോൾ മനുഷ്യപുത്രനായിരുന്ന സമയത്ത് ദൈവം അനുഭവിക്കേണ്ട പീഡകൾ, കഷ്ടതകൾ, പ്രതികൂലങ്ങളൊക്കെ ആയിരുന്നപ്പോഴും ദൈവം പിതാവുമായി രാത്രി മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ നമ്മളും ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ ദൈവവുമായി നല്ല ബന്ധം സ്ഥാപിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ദേഹിയും ആത്മാവും ദൈവവുമായിട്ട് പറ്റിയിരിക്കത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ചില സമയത്ത് നമ്മൾ മാനുഷികമായിട്ട് എന്തെങ്കിലും നമ്മുടെ ജഡം ഒരിക്കലും ഉയരാൻ പാടില്ല. നമ്മുടെ ജഡത്തിൽ നിന്ന് നമ്മുടേതായ സ്വഭാവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കർത്താവ് നിമിത്തം നമ്മൾ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ക്രിസ്തുവാണ്, നമ്മളല്ല. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ പലപ്പോഴും പല ബലഹീനതകളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ബലഹീനതകളെ മാത്രം നോക്കുന്ന വ്യക്തികളുടെ മുന്നിൽ നമ്മൾ ബലഹീനത ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിൽ നിന്ന് കരുണ പ്രാപിക്കുമ്പോൾ ഹല്ലേലൂയ പിന്നെയും നമ്മളെ സ്തോത്രം ആ ഒരു കണ്ണുകൾ കൊണ്ട് നോക്കുന്ന വ്യക്തി ജീവിതങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകാം. എന്നാൽ അവരെ അല്ല നമ്മൾ നോക്കേണ്ടത്. അവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും? നമ്മളെക്കുറിച്ച് നമ്മുടെ ശുശ്രൂഷ ഇതുകൊണ്ട് തീർന്നു, നമ്മുടെ വായിൽ നിന്നൊരു വാക്ക് വീണല്ലോ, അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ഇനി അവർ നമ്മളെ ഇങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ അകത്ത് വരുമ്പോൾ പിന്നെ നമ്മളല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് നമ്മളെ ഭരിക്കുന്നെങ്കിൽ സ്വന്തം ദൈവത്തിന് കരുണയുള്ളതുപോലെ ഒരു മനുഷ്യർക്ക് നമ്മളോട് കരുണയില്ല. എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും എത്ര മനസ്സലിവുള്ളവരാണെങ്കിലും ഹല്ലേലൂയ സ്തോത്രം അവർക്ക് ഹല്ലേലൂയ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് അവര് നമ്മളെ സ്നേഹിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായി ആ സമയത്ത് അവരിൽ നിന്ന് ഒരു സ്നേഹമോ കരുതലോ നമുക്ക് ലഭിക്കുകയില്ല. അവരിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ചില കുറ്റപ്പാടുകളും
അതേ സ്തോത്രം നിന്ദയും അതേ നമ്മളെക്കുറിച്ച് അപവാദങ്ങളും അതേ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യക്തികളായിരിക്കാം. അവിടൊക്കെയും നമ്മൾ ഹല്ലേലൂയ സ്തോത്രം അതൊന്നുമല്ല, അവരെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ലോകത്ത് അങ്ങനെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അത് ദൈവമല്ലാതെ ഒരിക്കലും നമ്മുടെ കൂടെ നമ്മുടെ ഉള്ള അവസ്ഥ അറിയുന്ന ഒരാൾ ഭൂമിയിലില്ല. അത് നിങ്ങൾ നിശ്ചയമായി മനസ്സിലാക്കും. നമ്മുടെയൊക്കെ വിചാരം നമ്മുടെ കൂടെ അത് എല്ലാവരും കാണുമെന്ന, നിശ്ചയമായിട്ടും അതേ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന, നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന ദിവസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ അതുകൊണ്ട് ആരുടെയും അതേ സ്തോത്രം സ്നേഹമോ കരുണയോ മനസ്സലിവോ ഒന്നുമല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നമ്മൾ ആ പ്രതീക്ഷിക്കുന്ന അവർക്ക് കൊടുക്കുക. ഇതാണ് കർത്താവ് നമ്മുടെ കർത്താവിന്റെ കാൽവരി ക്രൂശിൽ കർത്താവ് നമ്മളെ അതെ കാണിച്ചു തന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ ആ ദയ, കർത്താവിൻ്റെ ദീർഘക്ഷമ, കർത്താവിൻ്റെ മനസ്സലിവ്, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പാപം ദൈവസന്നിധി ചെയ്തുവെങ്കിലും നമ്മൾ അത് പാപം, കർത്താവിനെ പിന്നെയും നമ്മൾ ക്രൂശിക്കുവാണല്ലോ, കർത്താവിനെ നമ്മൾ പിന്നെയും വേദനിപ്പിക്കുവാണല്ലോ. കർത്താവ് ആ കാൽവരി ക്രൂശിൽ നമ്മുടെ പാപത്തിനും രോഗത്തിനും ശാപത്തിനും മരണത്തിനും വേണ്ടി കാൽവരി ക്രൂശിൽ സ്തോത്രം യാഗമായി തീർന്നു. ഇനി നമ്മൾ പാപം ചെയ്യരുത്, ഹല്ലേലൂയ എന്ന് പറഞ്ഞാലും നമ്മൾ മനുഷ്യരാണ്. ഏതെങ്കിലും സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വായിൽ നിന്നൊരു വാക്കായിരിക്കാം ദൈവത്തെ വേദനിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്. ദൈവത്തിനെ ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ, ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ കരുണ നമ്മുടെ അകത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണം ഹല്ലേലൂയ, ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു ശുശ്രൂഷ നമ്മൾ ചെയ്യുവാൻ ദൈവം കാത്തിരിക്കുമ്പോഴും പലപ്പോഴും നമ്മൾ ഒരു കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് അത് വീണു പോകുമ്പോൾ പിന്നെയും അതിനെ ഉടച്ച് വാർക്കുന്നത് പോലെ ഈ ദിവസങ്ങൾ ദൈവം നമ്മളെ വാർത്തുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതുകൊണ്ട് ദൈവ പൈതലേ, ഒരു ബലഹീന അവസ്ഥയിൽ ഇനി ഞാൻ ദൈവത്തെ വിളിക്കുന്നില്ല, ഞാൻ പാപത്തിൽ അകപ്പെട്ടു പോയി, ഇനി ഞാൻ എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്? ഇല്ല. സ്തോത്രം, മരിക്കുന്ന നിമിഷം വരെയും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ കുറവുകളും ബലഹീനതകളും പാപങ്ങളും ഒക്കെ ഉണ്ടാകാം. എന്നാൽ സ്തോത്രം, കുറവാണ്, പാപമാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിൽ നിന്നും നമ്മൾ അതിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാനാണ് നമ്മുടെ കർത്താവ് വന്നതെങ്കിൽ നിശ്ചയമായും ഹല്ലേലൂയ അതിനകത്ത് നമ്മൾ പെട്ടുപോകുവാനല്ല, അതിനകത്തുനിന്ന് എഴുന്നേൽക്കണം. ഒരിക്കലെ ആശാരി ഉപദേശി എന്ന് പറയുന്ന ഒരു കർത്തൃദാസന് പറയുകയുണ്ടായി, ഹല്ലേലൂയ, എന്തോ മനുഷ്യരല്ലേ, ബലഹീനാവസ്ഥയുണ്ടാകാം, അദ്ദേഹത്തിൽ എന്തോ ഒരു പിഴവ് വന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഒരുപാട് അദ്ദേഹത്തെ പരിഹസിക്കുകയൊക്കെ ഉണ്ടായി. നീ അങ്ങനല്ലായിരുന്നോ ഇങ്ങനല്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ ഞാൻ വീണു, പക്ഷെ ഞാൻ എഴുന്നേറ്റു. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും നമ്മൾ കുറവുകൾ ഉണ്ടാകാം, കുറ്റം, പക്ഷെ നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ നമ്മൾ ശക്തമായി വരുന്നത് കാണുമ്പോൾ ആർക്കും സന്തോഷമില്ല. ദൈവ പൈതലേ, ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ വിശ്വസ്തയോട് ചെയ്യുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ അവന് പോരാട്ടമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ആ പോരാട്ടം ഉള്ളപ്പോൾ ഹല്ലേലൂയ നമ്മൾ അതിനകത്ത് പെട്ടുപോകാനല്ല, അവിടുന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റു എങ്കിൽ പിന്നെ നമ്മൾ പാപം ചെയ്യരുത്. സ്ത്രീയോട് എന്താ പറഞ്ഞ കർത്താവ് പറഞ്ഞ എന്താണ്? ഹല്ലേലൂയ, സ്ത്രീയെ ഇനിയും നിങ്ങൾ പാപം ചെയ്യരുത്. ഹല്ലേലൂയ. അല്ലാതെ അവരെ അടിക്കോ ഉപദ്രവിക്കോ കർത്താവ് പോയോ? എന്നാൽ അത് നിശ്ചയമായിട്ടും അത് ബോധ്യമായി. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലും നമുക്ക് പല വീഴ്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടാകാം. എന്നാൽ നമ്മുടെ കർത്താവ് ദീർഘക്ഷമയുള്ളവനാണ്, കരുണയുള്ളവനാണ്, മഹാദയയുള്ളവനാണ്, വിശ്വസ്തതയുള്ള ദൈവമാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഹല്ലേലൂയ, വീണ് കിടക്കുന്നു എങ്കിലും നമ്മൾ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട ഓരോ ദിവസവും പാപം ചെയ്യാതിരിപ്പാൻ തക്കവണ്ണം അവന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ ചേർക്കാനാണ് നമ്മുടെ കർത്താവ് വരുന്നത്. പല മേഖലകളിലും ഞാൻ ഹല്ലേലൂയ ജീവിതത്തിലെ പല മേഖലകളിൽ ഞാൻ വേദനിക്കപ്പെട്ട പല സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ ഓർത്തിട്ടുണ്ട്, ഇന്ന ആള് എന്നെക്കുറിച്ച് സ്തോത്രം എനിക്ക് വേണ്ട സമാധാനം തരും. ഹല്ലേലൂയ, ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കാം നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തിന് അകപ്പെട്ടിരിക്കുന്ന അവസ്ഥയ്ക്കകത്ത് നമ്മളെ ചിലപ്പം ഹല്ലേലൂയ നമ്മളെ നീ ഇന്നത് ചെയ്തത് ശരിയല്ല മോളെ, അല്ലെങ്കിൽ ഇന്നത് ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നതോടൊപ്പം നമ്മളെ കുറ്റം പറയുന്ന, അല്ലെ നമ്മളെ അതിനകത്ത് നമ്മൾ പെട്ടുപോയാൽ ഹല്ലേലൂയ അതിനെ എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു വ്യക്തിയല്ല ശരിക്കും ഒരു കൗൺസിലർ. കൗൺസിലർ എന്ന് പറയുമ്പോൾ യേശു കർത്താവാണ് ഏറ്റവും വലിയ കൗൺസിലർ. ഞാനിത് ഓരോ ജീവിത അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇന്ന് നിങ്ങളെ ആരെങ്കിലും ഇത് സ്പർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഹല്ലേലൂയ
യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ യഥാർത്ഥ കൗൺസിലർ. എന്നാൽ യഥാർത്ഥ കൗൺസിലർ എന്ന് പറയുമ്പോൾ ഒരു 2 പേരുണ്ടെങ്കിൽ അവരുടെ അതേ സ്തോത്രം അവരുടെ മധ്യത്തിൽ 2 പേരെയും ഒരുപോലെ കാര്യങ്ങൾ കേട്ടിട്ട് അതേ സ്തോത്രം 2 പേരെയും ഒരുപോലെ മനസ്സിലാക്കണം. ഒരാളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഒരാളെ കുറ്റപ്പെടുത്തുന്നതല്ല യഥാർത്ഥമായിട്ടൊരു കൗൺസിലർ. ആ കൗൺസിലർ എന്ന് പറയുന്നത് പഠിക്കണം. ശരിക്കും കൗൺസിലിംഗ് എന്താണെന്ന് പഠിക്കണം. പഠിക്കാതെ ഒരുപാട് ഇന്ന് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ചെയ്യുന്നതല്ല. യേശുക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തിൽ യേശുക്രിസ്തു പറയുന്നത് അനുസരിച്ച് യേശുക്രിസ്തുവിന്റെ നീതിയും കരുണയും ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും നമ്മുടെ അകത്തും വെളിപ്പെട്ട് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഒരു വ്യക്തിയെ സംസാരിക്കുവാൻ. അല്ലാതെ നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിച്ചാൽ ഒരു വ്യക്തിക്ക് മുറിവുണ്ടാകുകയും ഒരു വ്യക്തിക്ക് സന്തോഷമുണ്ടാകുകയും ചെയ്യുമ്പോൾ അതല്ല യഥാർത്ഥമായിട്ട് ന്യായമായിട്ട് അവരുടെ 2 പേരുടെ മധ്യത്തിൽ നിന്ന് അവരെ 2 പേരെയും ആശ്വസിപ്പിച്ച് അവരുടെ ആയിരിക്കുന്ന മുറിവിന്റെ ആഴം മനസ്സിലാക്കി അവരുടെ വേദനകളെ കണ്ട് അവരോട് അല്പ കരുണ തോന്നുന്നവ ആണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അവരെ ഭരിക്കുന്നുണ്ട് എന്ന് നിശ്ചയമായി മനസ്സിലാക്കാം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ഏതെങ്കിലും വ്യക്തികൾ സ്തോത്രം അവരുടെ ജീവിത അനുഭവത്തിൽ നിന്നും മറ്റുള്ളവരെ മുൻവിധിയോട് നോക്കുമ്പോൾ അവരെ ന്യായീകരിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു വരുന്നവരെ കണ്ടിട്ട് നീ അവിടോട്ട് മാറിയിരിക്കെ, മോതിരം ഇട്ട് ഹല്ലേലൂയ വരുന്ന വ്യക്തിയെ നീ വന്ന് ഇവിടെ ഇരുന്നാലും എന്ന് പറയുന്നതല്ല. പക്ഷപാതം എന്ന് പറയുന്നത് കർത്താവിൽ നമ്മൾ മറ്റുള്ളവരെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിപ്പാൻ സ്തോത്രം താണവരെയും ഒന്നും വളരെയധികം കഷ്ടത്തിൽ കൂടെ പോകുന്നവരെ ദാരിദ്ര്യത്തിൽ പോകുന്നവരെയും ആണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നമ്മൾ എല്ലാ തരത്തിലും സമ്പന്നരായവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട എന്നല്ല പറഞ്ഞത്. അവരും പല വിഷയത്തിലും ദരിദ്രരായിട്ടുണ്ട്. സമ്പത്തിൽ മാത്രമല്ല, പല ആത്മീക വിഷയത്തിലും പല വിഷയത്തിലും അവരും ദരിദ്രാവസ്ഥയിൽ കൂടി കടന്നു. അവർക്കും വേദനയുണ്ട്. അല്ലെ, എല്ലാ വ്യക്തികൾക്കും അവരുടേതായ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അവരുടെ ഹൃദയത്തെ മനസ്സിലാക്കി അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് തണുപ്പ് കൊടുത്ത് അവർക്ക് സമാധാനം കൊടുക്കുമ്പോൾ അവരും യേശുക്രിസ്തുവിനോട് കൂടെ ചേർന്ന് അവർ ദൈവത്തെ നമ്മൾ ഒരുമിച്ച് മഹത്വപ്പെടുത്തും. ഞാനിന്ന് ഹല്ലേലൂയ മറ്റുള്ള ഒരു വ്യക്തിയെ ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയും അവരോട് സ്നേഹമായിട്ട് പെരുമാറുകയും ചെയ്തില്ല എങ്കിൽ ഹല്ലേലൂയ ഞാൻ എന്നിട്ട് ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര ദൈവസന്നിധിയിൽ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും മറ്റുള്ളവന്റെ ഹൃദയത്തിന്റെ വേദന അറിയാതെ അവനോടൊരു കരുണ തോന്നാതെ അവനോട് മനസ്സലിവ് തോന്നാതെ ഹല്ലേലൂയ എത്ര പ്രാർത്ഥിച്ചാലും ഹല്ലേലൂയ ദൈവം ആ പ്രാർത്ഥന കേൾക്കത്തില്ല. അതുകൊണ്ട് ഹല്ലേലൂയ ഞാനൊരു വ്യക്തിയോട് എന്തെങ്കിലും ഒരു വേദനയുണ്ടെങ്കിൽ അവരോട് നിരപ്പ് പ്രാപിക്കാതെ കാണപ്പെടുന്ന സഹോദരനോട് നിരപ്പ് പ്രാപിക്കാതെ കാണാത്ത ദൈവത്തെ നമുക്ക് സേവിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിത അനുഭവങ്ങളാണ്, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അനുഭവിച്ച ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് എൻ്റെ സാക്ഷ്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ, നിന്നെ സ്നേഹിപ്പാനോ നിന്നെ കരുതുവാനോ നീ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന ചില വ്യക്തികളിൽ നിന്ന് നീ പലതും പ്രതീക്ഷിക്കും. ഒന്ന് സമ്പത്തൊന്നും ആയിരിക്കത്തില്ല, ചിലപ്പോൾ ഒരു നല്ല വാക്കായിരിക്കും. അവിടുന്ന് ഒരിക്കലും ആ നല്ല വാക്ക് കേൾക്കാതെ നിന്നെ കുറ്റപ്പെടുത്തുന്ന, നിന്നെ അസ്വസ്ഥതപ്പെടുന്ന, നിന്നെ ഒന്നുകൂടെ മുറിക്കുന്ന വാക്കുകളായിരിക്കാം നിന്ന് വരുന്നത്. അവിടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ അവരെയും ഓർത്ത് പ്രാർത്ഥിച്ച്, ദൈവമേ അവർക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിലും എന്നെ മനസ്സിലാക്കാൻ കരുണയുള്ള, ദീർഘക്ഷമയുള്ള, മഹാദയുള്ള, വിശ്വസ്തതയുള്ള ഒരു ദൈവം സ്വർഗത്തിലുണ്ടല്ലോ. ആ ദൈവം ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് ഭാരപ്പെടുന്നത്? യഹോവ എൻ്റെ ബലം, യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഹല്ലേലൂയ 27-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ദൈവം നമ്മുടെ സ്തോത്രം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെ ഭയപ്പെടണം? കർത്താവ് നമ്മുടെ കൂടെ, കർത്താവാണ് നമ്മളെ നീതീകരിക്കുന്നത്, മനുഷ്യനല്ല നീതീകരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവ പൈതലേ, നിന്റെ മുന്നിൽ നീ ഒരുപാട് ഭാരത്തോടെയാണ് ഇരിക്കുന്നത്, പ്രയാസത്തോടെയാണ് ഇരിക്കുന്നത്. എല്ലാം തകർന്നു പോയി, എല്ലാം അസ്തമിച്ചു, ഇനിയും എൻ്റെ മുന്നിൽ ഒരു ശുശ്രൂഷയില്ല, ഇനിയും എൻ്റെ മുന്നിൽ ഒരു വഴിയില്ല, ഇനി എൻ്റെ മുന്നിൽ സകല വഴികളും അടഞ്ഞു വെച്ചിരിക്കുകയാണ്, ഇനിയും ഒന്നും എനിക്ക് മുന്നോട്ട് ഒരു സ്റ്റെപ്പും വെക്കുവാൻ കഴിയത്തില്ലെന്ന് നീ ഭാരത്തോടാണോ ഇരിക്കുന്നത്? ഇന്ന് പകൽക്കാലം ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുകയാണ്. ശത്രു ചിതറിപ്പോകും. ശത്രു നമ്മുടെ യഥാർത്ഥത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ, ശുശ്രൂഷകർക്കായെങ്കിലും സാധാരണ വിശ്വാസികൾക്കാണെങ്കിലും കഷ്ടതയുണ്ട്, പ്രതികൂലമുണ്ട്, പ്രയാസമുണ്ട്. പ്രിയ ദൈവ പൈതലേ, ശുശ്രൂഷകൻ ശക്തമായി ശുശ്രൂഷിച്ച് പോരാടി പ്രാർത്ഥിച്ച് ദൈവകൃപയിൽ ആശ്രയിക്കുമ്പോൾ 24 മണിക്കൂർ ഒരു നിമിഷം മതി പിശാചിന് നമ്മളെ തകർക്കുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, ഭയത്തോടും വിറയിലോടും ഈ പ്രവാസകാലം കഴിച്ചു കൂട്ടണമെന്ന്. പോരാട്ടമുള്ളത് നമുക്ക് ജഡരക്തങ്ങളോടല്ല, നമ്മളെ തകർക്കുകയും നമ്മളെ വേദനിപ്പിക്കുകയും നമ്മളെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ നമ്മളെ തകർക്കുവാൻ വരുന്നവരോടല്ല. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ പോരാടേണ്ടത് അവരെ ഓർത്തും സ്തോത്രം. നമുക്കെതിരെയുള്ളവർക്ക്
ചെയ്യുന്നവർക്ക് നേരെ എന്താണ്? പ്രാർത്ഥനയാണ് വേണ്ടത്. ഇന്ന് പകൽക്കാലം കരുണയുള്ള, ദീർഘക്ഷമയുള്ള, മഹാദയുള്ള, വിശ്വസ്തതയുള്ള ആ ദൈവം നമുക്കുണ്ട്. നമുക്ക് ഭൂമിയിൽ ആരും നമ്മളെ സ്നേഹിക്കാനില്ലെന്ന് നീ ഭാരപ്പെടുന്നുണ്ടോ? ആരും എന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് ഭാരപ്പെടുന്നുണ്ടോ? എൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞിട്ടും അമേ സ്തോത്രം എന്നെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ലെന്നോ? അതേ സ്തോത്രം നമ്മളെ സ്വസ്നേഹി എന്ന് പറഞ്ഞ് നമ്മളെ ഹല്ലേലൂയ അതേ നിന്ദിക്കുന്നുണ്ടോ? അവരുടെ മുമ്പിലും ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവരെ നമ്മളെ കുറ്റപ്പെടുത്തുന്നവരെ ഓർത്തും നമ്മൾ പ്രാർത്ഥിക്കുക. അതാ ദൈവം നമ്മളെ പഠിപ്പിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആരോടും ഭൂമിയിൽ നമ്മൾക്ക് ഒരു വേദന ഉണ്ടാകാൻ പാടില്ല. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവർക്കും വേണ്ടി നന്മ ചെയ്യുക. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷ മേഖലകളിൽ നമ്മൾ എത്തപ്പെടാൻ പോകുമ്പോൾ പല പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. എന്നാൽ സ്തോത്രം ആ പ്രതികൂലങ്ങളെ കണ്ടിട്ടല്ല, ആ പ്രതികൂലങ്ങളെ കണ്ട് നമ്മൾ അവിടെ നമ്മൾ എല്ലാം തകർന്നു പോയി, ഇനി ഞാൻ എഴുന്നേൽക്കാൻ കഴിയത്തില്ല, ആമേൻ സ്തോത്രം, എൻ്റെ മേൽ ഭയങ്കരമായി ഭാരമായിരിക്കുന്ന പാപം, എനിക്കിനി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ പൈതലാണോ നീ? ഹല്ലേലൂയ. നിശ്ചയമായും എഴുന്നേൽക്കുക. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുക. അവന്റെ മന്ദിരത്തിലേക്ക് ചെന്ന് അവനെ ധ്യാനിച്ച് അവന്റെ അതേ സ്തോത്രം കാലിൽ ആ പാദത്തിലേക്ക് കെട്ടിപ്പിടിച്ച് കിടന്ന് അവനെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ പിന്നെ ആളുമാറിയ ഒരു അനുഭവമാണ്. ആ അനുഭവം ഒരിക്കലും മാറാതിരിപ്പാൻ ആ ദൈവത്തിന്റെ അതേ പുത്രനെ ചുംബിക്കുവാൻ തക്കണം യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ അതേ ദൈവത്തോട് മുന്നോട്ട് പോകുവാൻ ശത്രു അനേകരുണ്ട് നമുക്ക്. അല്ലെ, നമ്മുടെ ശുശ്രൂഷ മേഖലകളിലുണ്ട്. ഹല്ലേലൂയ. ശത്രു പലരെയാണ് എടുത്ത് ഉപയോഗിക്കുന്നത്. ഏതൊക്കെ മേഖലകളിൽ ശത്രു നമ്മളെ അത് തകർക്കുവാൻ തക്കവണ്ണം ഉപയോഗിക്കുന്നുവെങ്കിലും ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അതെ ചേർത്ത് പിടിച്ച് കർത്താവിനോട് ചേർന്ന് നിന്ന് ഹാനോക്ക് ദൈവത്തോട് കൂടെ ദൈവ ശബ്ദം കേട്ടതുപോലെ അന്ധകാര ശക്തി നമ്മുടെ അകത്ത് കയറാതെ വേണം. കട്ടളമേലും കുറുപടിമേലും പരിശുദ്ധ രക്തം ഒഴിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ അതെ കുഞ്ഞാടിന്റെ രക്തം വീണെടുത്ത് സംഹാരദൂതൻ കയറത്തില്ല. ഇന്ന് പകൽക്കാലം സംഹാരദൂതൻ അകത്ത് കയറാതെ അന്ധകാര ശക്തി നമ്മളെക്കുറിച്ച് അപമാനം അപവാദം പറയാതിരിപ്പാൻ, അതെ നമ്മളെക്കുറിച്ച് കൂടിയാലോചന കഴിക്കാതിരിപ്പാൻ, ഹല്ലേലൂയ അവിടവിടങ്ങളിൽ നമ്മളെക്കുറിച്ച് അതെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ അല്ലെ ആ വ്യക്തികളെ അല്ല നോക്കേണ്ടത്, നമ്മൾ ദൈവത്തെയാണ് നോക്കേണ്ടത്. ഇന്ന് പകൽക്കാലം നമ്മുടെ ശുശ്രൂഷയെല്ലാം നിലച്ചുപോയി, ഇനി നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുകയില്ല എന്ന് പിശാച് വാദിച്ചു നിൽക്കുമ്പോൾ അവന്റെ മുമ്പിൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രു ചിതറിപ്പോവും. ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലം ആര്? ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ അതേ സ്തോത്രം വീണു പോയെടുത്തു നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മൾ പിന്നെ ഇനിയും അത് ആ സ്ത്രീയോട് പറഞ്ഞതുപോലെ ഇനിയും നീ പാപം ചെയ്യരുത്. നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ അമ്മേ സ്തോത്രം ദൈവത്തിന് പ്രസാദമുള്ളതായി തീരണം. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പറഞ്ഞു പോയ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സംസാരങ്ങൾ, പ്രവൃത്തികൾ എല്ലാം ഇന്ന് നമുക്ക് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അതെ, യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവും ഉള്ളവനല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. അതെ, നന്ദിയോട് സ്തോത്രം. നമ്മുടെ അനർത്ഥത്തെ കുറിച്ച് നമ്മൾ അനുതപിക്കണം. നമ്മൾ ചെയ്തു പോയ കുറവുകളെ ഓർത്ത് നമ്മൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവം കരുണയുള്ളവനാണെന്ന് ഇവിടെ വ്യക്തമായി പറയുകയാണ്. ദൈവം നമ്മളോട് മഹാദയുള്ളവനാണെന്ന് വ്യക്തമായി പറയുകയാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമ്മൾ അതെ ഓരോ ദിവസവും നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. ഒരു ദിവസം കൊണ്ട് നമ്മൾ രൂപാന്തരപ്പെടുകയില്ല ദൈവ പൈതലേ. ദിനംപ്രതി നമ്മുടെ അകത്തുള്ള അതേ ആദാമ്യ സ്വഭാവങ്ങൾ നമ്മളെ ഭരിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തു അതെ നമ്മുടെ അകത്ത് വസിക്കുമ്പോൾ നമ്മൾ പാപം ചെയ്യുകയില്ല. ഇന്ന് പകൽക്കാലം നമ്മൾ പാപത്തെ വിമുക്തരാക്കി പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് അത് ഇടവിടാതെ പ്രാർത്ഥിച്ച് പോരാടി പ്രാർത്ഥിച്ച് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഉയരത്തിലുള്ളത് ചിന്തിപ്പാൻ തക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ നടത്തുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ. യേശുക്രിസ്തുവിന്റെ അതെ ആ സ്നേഹവും കരുണയും അതെ യേശുക്രിസ്തു അതെ നമ്മളോട് കാണിച്ചതുപോലെ കർത്താവ് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് കൊടുക്കുന്നതാണെന്ന് നമ്മളെ കാൽവറിയിൽ പഠിപ്പിച്ചുവെങ്കിൽ ഹല്ലേലൂയ. അതെ സ്വതം നമ്മുടെ കുറവുകളെയൊക്കെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പറയാം, കർത്താവെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരോട് കൂടെ ചേർന്ന് അവരെ ആശ്വസിപ്പിക്കുവാൻ
ആശ്വസിപ്പിക്കുവാൻ, തണുപ്പിക്കുവാൻ, മറ്റുള്ളവരെ മുറിപ്പിക്കുന്ന വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വീഴാതിരിപ്പാൻ തക്കവണ്ണം അതെ ഞാനും നിങ്ങളും ഇന്ന് ദൈവസന്നിധി സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും. ഹല്ലേലൂയ. നമ്മുടെ സമർപ്പണവും നമ്മുടെ പ്രാർത്ഥനയും ദൈവത്തിന് കേട്ടിട്ട് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. നമ്മുടെ കണ്ണുനീരോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവ പൈതലേ, തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അത് ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. നമുക്ക് ഭൂമിയിൽ ഒരു വ്യക്തികളോടും അതേ സ്തോത്രം മാനസികമായി ഒരു അകൽച്ച ഉണ്ടാകരുത്. ആ അകൽച്ച ഉണ്ടായാൽ ദൈവത്തിന് നമ്മളോട് പ്രസാദമില്ല. നമ്മളെ വേദനിപ്പിച്ചവർ പലരുണ്ട്. എന്നാൽ ആ വേദനിപ്പിച്ചവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. അവരുടെ അകത്ത് പരിശുദ്ധാത്മാവ് നിറയുവാൻ നമ്മളെ പോലെ തന്നെയുള്ളവരാണ് അവർ. പക്ഷെ അവർക്കറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മളോട് നമ്മളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നത്. അതേ സ്തോത്രം. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പലപ്പോഴും കുഴിച്ചിട്ട കാര്യങ്ങളെ ചില വ്യക്തികൾ പറഞ്ഞ് പിന്നെയും നമ്മളത് മറന്നുപോയതായിരിക്കാം. പക്ഷെ അവർ പിന്നെയും നമ്മളെ പറഞ്ഞ് പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? അവരോട് ക്ഷമിക്കണം. അവരുടെ അകത്ത് അത്രേ പരിശുദ്ധാത്മാവുള്ളൂ. അല്ലെങ്കിൽ അത് കഴിഞ്ഞ കാലമാണ്, അത് കടലിന്റെ ആഴത്തിലേക്ക് കുഴിച്ചിട്ടതാണ്, ഇനി അത് പറയാൻ പാടില്ല എന്ന് അതേ സ്തോത്രം അത് അവർ മനസ്സിലാക്കുവാൻ തക്കണം, അവരുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം. അതെ, ഇന്ന് മലക്ക കിടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ, ആ കുഞ്ഞിനെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, ഒരു കുഞ്ഞിനെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അവൻ ഇച്ചൂടെ കഴിയുമ്പം അതേ സ്തോത്രം അമ്മയാണെങ്കിൽ അമ്മയെന്ന് വിളിക്കുവാൻ തക്കവണ്ണം ആ കുഞ്ഞ് ഹല്ലേലൂയ അല്ലെ ആ കുഞ്ഞിനൊന്നും അറിയത്തില്ല. അത് മറക്കുന്നത് പോലെ നമ്മൾ മറക്കാൻ ശ്രമിക്കണം. നമ്മളെല്ലാവരോടും നമ്മൾ മറക്കണം, ക്ഷമിക്കണം, സഹിക്കണം, അതെ വഹിക്കണം. ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ശത്രു എന്റെ നേരെയും അതെ കുതികാൽ ഉയർത്തുന്നുണ്ട്. എന്നാൽ അവിടെയും അതെ ജയിപ്പാള ദൈവകൃപ എനിക്ക് വേണ്ടിയും അതെ നിങ്ങൾ എന്നെ ഓർത്തും പ്രാർത്ഥിക്കണം. ദിനം പ്രതിയുള്ള ശുശ്രൂഷ മേഖലകളില് അതെ അന്ധകാര ശക്തി എന്റെ നേരെ നിന്ന് അതെ വാദിക്കുന്നുണ്ട്. അവൻ പലപ്പോഴും എന്നെ തകർക്കുവാൻ നോക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ആ ദൈവ കരുണയില് അതേ സ്തോത്രം, ഞാനൊരു മുറിവിന്റെ അനുഭവത്തിലല്ല പറയുന്നത്, എന്റെ ജീവിത അനുഭവത്തിൽ ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അനുഭവിച്ച കഷ്ടതയുടെ നടുച്ചുഴിയിൽ നിന്നപ്പോൾ എന്റെ ദൈവം എന്നെ ഉയർത്തിയ അതെ ആ ബലപ്പെടുത്തിയ ആ വചനങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിച്ചത്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് വചനത്തെ അടിസ്ഥാനമാക്കി ഒന്നും പറഞ്ഞില്ലെങ്കിലും എന്റെ സാക്ഷ്യത്തോടനുബന്ധിച്ച് എന്റെ അനുഭവങ്ങളാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തത്. ഇന്ന് പകൽക്കാലം ദൈവകൃപയിൽ ആശ്രയിച്ച് ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ആ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദൈവത്തിന്റെ കരുണ നമ്മുടെ മേൽ അതെ ആ കരുണ നമ്മുടെ മേൽ ആ ആഗമനം വെളിപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമുക്ക് ജീവിപ്പാൻ തക്കവണ്ണം സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. ദൈവം കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനാണ്. അതേ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നമ്മുടെ കഷ്ടതകളെ മനസ്സിലാക്കി, നമ്മുടെ സങ്കടങ്ങളെ മനസ്സിലാക്കി, നമ്മുടെ വേദനകളെ മനസ്സിലാക്കി നമ്മളോട് അതേ കരുണയുള്ള ആ നല്ല ദൈവത്തെ സേവിച്ച് സ്നേഹിച്ച് ആ ദൈവത്തിന്റെ മുന്നിൽ നമുക്ക് അതെ വിശ്വസ്തയോടെ നീതിയോടെ നിർമ്മലതയോടെ ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആ കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഏതെങ്കിലും വിഷയത്തിൽ നീ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ? ഞാൻ തകർന്നു പോയി, എനിക്കിനി എഴുന്നേൽക്കാൻ കഴിയത്തില്ല, എനിക്കിനി ഒരിക്കലും എനിക്ക് നേരെ നിന്ന് എന്റെ കർത്താവിനെ വിളിക്കാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾ വേദനിച്ചിരിക്കുകയാണോ? ഇല്ല, എഴുന്നേൽക്കുക, ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കുക. തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അപ്പയുടെ കരുണ നമുക്ക് ലഭിച്ചെങ്കിൽ ആര് നമ്മുടെ മേൽ കുറ്റം ചുമത്തും? ദൈവം നമ്മെ ശുദ്ധീകരിച്ചെങ്കിൽ ആര് നമ്മളെ മലിനമെന്നെണ്ണും? ദൈവം ശുദ്ധീകരിച്ചതിനെ ആര് മലിനമെന്നെണ്ണും? ഇന്ന് പകൽക്കാലം ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് വേദനയോടിരിക്കുന്ന ഒരു ദൈവ പൈതലാണോ നീ? ഏതെങ്കിലും ഇന്ന് പകൽക്കാലം ഏതെങ്കിലും കഷ്ടതയിൽ കൂടി ഇനി സ്റ്റെപ്പ് വെക്കുവാൻ കഴിയത്തില്ല എന്ന് മാനസികമായി തകർന്ന ശരീരവും മനസ്സും ആത്മാവും ഒരുപോലെ സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയിലാണോ നീ കടന്നു പോകുന്നത്? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നെ ശക്തീകരിക്കും, ബലപ്പെടുത്തും. ആ നീതിയുള്ള വലം കൈകൊണ്ട് ദൈവം നിന്നെ താങ്ങ്. നീ ഭയപ്പെടേണ്ട. കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് നിന്നെ താങ്ങും. അതുകൊണ്ട് കുറ്റമറ്റ മനസാക്ഷിയോടെ എല്ലാവരോടും നിരപ്പ് പ്രാപിച്ചവനായി ദൈവത്തിൽ ആശ്രയിച്ച് എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു നല്ല മനസ്സ് തരണമേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ളവരെ ചേർക്കാനാണ് നമ്മുടെ കർത്താവ് വരുന്നത്. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാം. നിന്നെ മനസ്സിലാക്കുന്നില്ലയോ? നിന്റെ ഹൃദയത്തിന്റെ വേദന കാണുന്നില്ലയോ എന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, നിനക്ക് വേണ്ടി നിന്റെ വേദനയെ കാണുന്ന, നിന്റെ സങ്കടത്തെ കാണുന്ന, നിന്റെ ദുഃഖത്തെ കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നിന്നോട് മനസ്സലിവുള്ള ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട്
നിന്നോട് കരുണ തോന്നുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നിന്റെ ഇപ്പോഴത്തെ നീ അനുഭവിക്കുന്ന ഈ വേദനയ്ക്കകത്ത് ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല, ആരും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുന്നില്ല, ആരും അത് മനസ്സിലാക്കുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ നിന്നെ മനസ്സിലാക്കുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കാം, ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലവും ജയോത്സവമായി ദൈവം നമ്മളെ നടത്തട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകളെ കൊണ്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അല്പസമയം അങ്ങയുടെ സന്നിധിയിൽ ഇരിപ്പാനും അങ്ങയുടെ കൃപയ്ക്കായി യാചിപ്പാനും കർത്താവെ ഞങ്ങളെ ഇരുത്തിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഭൂമിയിൽ ഒരു പ്രഭാതം കൂടെ കർത്താവ് ജീവനോടെ ഇരുത്തിയല്ലോ, നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. ശത്രുവിന്റെ ആരവ നിമിത്തവും ദുഷ്ടന്റെ പീഡ നിമിത്തവും ഞങ്ങൾ വല്ലാതെ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു എന്ന് വചനം പറയുമ്പോൾ വിടുവിക്കുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. കാൽവറി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ട്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ സകല പാപത്തിനും രോഗത്തിനും ശാപത്തിനും മരണത്തിനും വേണ്ടി അങ്ങ് കാൽവറിയിൽ യാഗമായെങ്കിൽ ഇനി ഞങ്ങൾക്കുള്ളവരല്ല, എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം വളരെയധികം ഇനി ഓടാനുണ്ട്. ആ ഓട്ടത്തിൽ കർത്താവേ മടുത്തു പോകാതെ, വീണു പോകാതെ, താണു പോകാതെ ഈ പ്രയാണത്തിൽ മരുഭൂമിയിൽ കർത്താവെ മധ്യത്തിൽ വെച്ച് ഞങ്ങൾ പട്ടുപോകുവാൻ അനുവദിക്കാതെ കനാൻ ദേശം വരെ എത്തുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പോരാടുന്ന സകല അന്ധകാര ശക്തികളുടെ മേൽ ദൈവം ആധിപത്യം എടുത്തതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ച എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന കർണാടക പ്രദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 31 ജില്ലകളിലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. കേരള സംസ്ഥാനത്തുള്ള 14 ജില്ലകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. കർത്താവെ, ഞങ്ങൾ പാർക്കുന്ന കർത്താവെ സ്ഥലങ്ങളിലൊക്കെ ദൈവത്തിന്റെ കരുണ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സുവിശേഷം എത്തപ്പെടാൻ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ദൈവശക്തി ഭരിച്ച് അവിടെ എത്തപ്പെടുവാൻ തക്കണം കർത്തൃദാസന്മാരെ കർത്താവ് ബലപ്പെടുത്തണമേ. കർത്താവേ സ്തോത്ര. ഹാലെ. പരസ്യ യോഗം ചെയ്യുന്ന കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാലെ. ശുശ്രൂഷ ചെയ്യുന്ന കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകരെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം കർത്താവേ. ദേശത്തെ, രാജ്യത്തെ, ലോക രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പിതാവേ. രാഷ്ട്രീയ നേതാക്കന്മാർ, മത നേതാക്കന്മാർ, ഭരണാധികാരികൾ, സകല കർത്താവേ ഡിപ്പാർട്ട്മെന്റിലുള്ള സകല കർത്താവേ നേതാക്കന്മാർ, സകല വ്യക്തികളെയും എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കേണ്ട സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, ദേശം, രാജ്യം, ലോകരാജ്യത്തുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡിനോമിനേഷൻ ഇല്ലാതെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും പ്രതികൂലത്തിൽ കൂടി കടന്നുപോയിട്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുവാൻ കഴിയാതെ ഇനി മുന്നിൽ ആത്മഹത്യയെ ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുണ്ടോ, ആ വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് വ്യക്തമായി ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സകലരും വിടുവിക്കപ്പെടുവാൻ, സകലരും അനുഗ്രഹിക്കപ്പെടുവാൻ, സകലരും കർത്താവെ നിത്യ രാജ്യത്തിൽ എത്തപ്പെടുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യ കഷ്ടത്തിൽ നിന്ന്, നിത്യനാശത്തിൽ നിന്ന് നിത്യ സ്വർഗത്തിലേക്ക് ദൈവം അനേകരെ ഇന്ന് വഴി നടത്തണമേ. കർത്താവെ, അടിയൻ പറയുന്ന ഓരോ വാക്കുകളും അനേകർക്ക് തണുപ്പായി, ആശ്വാസമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ദൈവകൃപയിൽ ഞങ്ങളെ മൊത്തമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവെ, സകല മാനവരാശിയോടും അങ്ങ് കരുണ തോന്നണമേ, മനസ്സലിവ് തോന്നണമേ. കർത്താവെ, നിനക്കെന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല കുറവുകളെയും ബലഹീനതകളെയും എല്ലാം ക്ഷമിച്ച് ദൈവത്തിന്റെ കൃപയിൽ ഞങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നിൽപ്പാനുള്ള ദൈവശക്തിയും ദൈവകൃപയും തന്ന് ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുമായി ബന്ധപ്പെട്ട സകലരെയും ഓർത്ത് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കായി എതിരായി സംസാരിച്ച ഏതെങ്കിലും വ്യക്തികളുണ്ടോ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുറവുകളെ ഒന്നും ഓർക്കല്ലേ, അവരുടെ പാപങ്ങളെ അവരുടെ മുന്നിൽ കർത്താവെ, എൻ്റെ പാപങ്ങളോ അവരുടെ പാപങ്ങളോ അല്ലെങ്കിൽ കർത്താവെ ദൈവത്തിന് വിരോധമായി ഏതെങ്കിലും വാക്കുകൾ സംസാരിച്ചത് അമ്മയെ സ്തോത്രം ഒന്നും അനുഗ്രഹത്തിന് തടസ്സമാകാതെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഇന്ന് പകൽക്കാലവും സഹായിക്കണമേ. ദൈവത്തിന്റെ കൃപയിൽ പൂർണ്ണമായി ശരണം പ്രാപിക്കുന്നു. ഞങ്ങളെ കൊണ്ടൊന്നും കഴിയത്തില്ല, ദൈവത്തിന് സകലവും കഴിയും. മരുഭൂമിയിൽ നീരുറയും തീക്കൽ പാറയിൽ നിന്ന് വെള്ളത്തെ പുറപ്പെടുവിക്കുന്ന ദൈവത്തിന്റെ കരുണയുടെ വ്യാപാരം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ എല്ലാവരുടെ മേലും വെളിപ്പെടുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട സകല വിഷയത്തിന്റെ മേലും സകല വ്യക്തികളുടെ മേലും ദൈവശക്തി വ്യാപരിച്ച് കർത്താവെ അത്ഭുതം നീ ചെയ്തതിനായ സ്തോത്രം. അതിന് വിരുദ്ധമായി ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും ഞങ്ങളുടെ കർത്താവെ ദൈവത്തിലുള്ള ആശ്രയത്തിന് വിരുദ്ധമായി ഞങ്ങളെ പുറകോട്ട് വലിക്കുന്ന സകല പൈശാചിക പാരമ്പര്യ ദുഷ്ടവ്യാപാര ശക്തികളെ സ്വർഗ്ലോകത്തിന്റെ ഭൂലോകത്തിന്റെയും അധോലോകത്തിന്റെയും താക്കോൽ കൈവശമുള്ള നസ്രേനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ജയം കൽപ്പിക്കുകയാണ്. ദൈവാധിപത്യം വെളിപ്പെടട്ടെ, സകല അന്ധകാര ശക്തികൾ തകർന്നു വഴിമാറിപ്പോകട്ടെ. കർത്താവെ, ഞങ്ങളുടെ മേൽ സകലത്തിന്റെ മേൽ വാഴുവാൻ നീ അധികാരം തന്നിട്ടുണ്ട്. ആ അധികാരത്തോടും അഭിഷേകത്തോടും സകല അന്ധകാര ശക്തികളെ തകർക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
ഇന്ന് പകൽക്കാലവും ദൈവം നമ്മെ സർവ്വവിധമായ നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മകൾ നിങ്ങൾ അനുഭവിക്കട്ടെ. എല്ലാത്തിലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.